ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. നമ്മൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ഇട്ടത്. ഇനി 3 സവാളയാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ നമ്മൾ 2 3 എടുക്കുക. ഇത് അത്യാവശ്യം വലിയ തക്കാളി അതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളത്. ഞാൻ തലേന്ന് രാത്രി തന്നെ മസാല തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാ മസാല തേക്കുന്നത് പോലെ തന്നെയാണ് തേച്ചത്. അതിലേക്ക് ഞാൻ കുറച്ച് തൈരും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി ബിരിയാണിയിലേക്കുള്ള അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, പൂവ്, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, വലിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചെറിയ കഷ്ണം സവാളയും ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ സോക്ക് ചെയ്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉള്ളി നന്നായിട്ട് ഇതവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. 1 ചെറുനാരങ്ങയാണ് ഞാൻ പിഴിഞ്ഞെടുത്തത്. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർക്കുന്നത്. പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ചപ്പും പുതിനയാണ് ഇട്ടത്. 1/4 കപ്പ് ചപ്പും പുതിനയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കുരുമുളക് ചേർക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി പൊരിച്ച ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൊത്തം ഉള്ളി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ദമ്മിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഗരം മസാല ചേർത്തെടുക്കാം കേട്ടോ. കുറച്ച് നമ്മുടെ അടിപൊളി ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.